നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി ബോക്സ്ഡ്, അൺബോക്സ്ഡ് ആൻഡ് എഗെയിൻ ബോക്സ്ഡ് നടന്നത് ഫുള്ള് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകൻ അവിടെ കർമ്മങ്ങളും പൂജകളൊക്കെ ചെയ്യുന്നൊരു മകൻ ഉണ്ടായിരുന്നല്ലോ. ആദ്യം ഫ്രെയിമിൽ വന്നത് ഈ പൂജാരിയായ മകനാണ്. പിന്നെ ആ മകൻ അങ്ങോട്ട് വാനിഷായി. പിന്നെ വേറൊരു മകനാണ് മൊത്തം ന്യൂസിൽ കിടന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എഗെയിൻ പൂജാരിയായ മകൻ രംഗത്തെത്തിയിട്ടുണ്ട്. നെയ്യാറ്റിൻകര ഗോപൻ്റെ പേരിൽ വലിയ ക്ഷേത്രം ഉടൻ പണിയുമെന്നും മകൻ, പൂജാരിയായ മകൻ. ഇനി ലിംഗപ്രതിഷ്ഠയുണ്ടെന്നും ഭയങ്കര ശക്തിയുള്ള സ്ഥലമായെന്നും മകൻ പറയുന്നു. ഓക്കെ, ഭയങ്കര ശക്തിയുള്ള സ്ഥലമായിട്ട് മാറും എന്നുള്ളത് നമുക്ക് ഉറപ്പുള്ളത്. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞതാണ്. ഇവന്മാർ ഈ കളി ഫുള്ള് കളിക്കുന്നത് ഭക്തി ബിസിനസ്സാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണെങ്കിലും നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി ഇനി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു മാന്ത്രികനായിട്ട് മാറും എന്നുള്ള കാര്യം ഷുവറാണേ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ദൈവങ്ങളെ എണ്ണം കൂടിയാലൊന്നും വലിയ വിഷയമൊന്നുമില്ലല്ലോ. ദൈവങ്ങളെ എണ്ണം എത്രത്തോളം കൂടുന്നു അത്രത്തോളം ആ ദൈവത്തിന് വിശ്വസിക്കാൻ ആളുകളുടെ എണ്ണവും കൂടിക്കൂടി വരികയാണ്. പോയി ഇപ്പം എന്തായി, ഒരു മനുഷ്യൻ ദൈവമായാലടക്കം മനുഷ്യ ദൈവങ്ങളെ കാലിൽ വീഴുന്ന ഒരേ അവസ്ഥ. ഇപ്പം എൻ്റെ തന്നെ അവസ്ഥ അറിയിച്ചു. സായി കൃഷ്ണൻ, സായി എന്തിനു വെച്ചു എന്നുള്ളത് അമ്മമ്മ മരിച്ചു പോയി പാവം. എനിക്കൊരു ഇത് ചോദിക്കാനുള്ളൊരു കപ്പാസിറ്റി ആകുമ്പോഴത്തേക്കും 37 പോയി. ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താണെങ്കിലും ഇപ്പോൾ കൊണ്ട് നടക്കുക. എല്ലാം ഇപ്പം എന്ത് ചെയ്യാനോ, സെൻറ്റിമെൻറ്റ്സ് ആയിപ്പോയി അമ്മമ്മ. ഓക്കെ, ഇനി പറയാനുള്ളത് ഡെത്ത് സർട്ടിഫിക്കറ്റ്. ഇത്രയും വലിയ സ്വാമിയാണ്, അത്ഭുത മാന്ത്രിക സിദ്ധികളുള്ള മഹാശക്തിയുള്ള ഗോപൻ സ്വാമിയുടെ സമാധിയും കാര്യവും സെറ്റപ്പും അമ്പലമൊക്കെ ആവണം എന്നുണ്ടെങ്കിൽ ഇവർ വെട്ടിപ്പിടിച്ച സ്ഥലമുണ്ട് അവിടെ. നാട്ടുകാരിൽ നിന്ന് വെട്ടിപ്പിടിച്ച സ്ഥലം വിശ്വാസത്തിൻ്റെ പേരിൽ ഈ പറഞ്ഞ പ്രതിഷ്ഠകൾ വെച്ചും പാമ്പിൻ്റെ കാവ് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചിട്ടും ഇപ്പം സമാധി കൊണ്ടുപോയി വെച്ചിട്ടൊക്കെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കുറേ ഭൂമി ഒരു കൈക്കലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇനി മക്കളെ പേരിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണം. സർട്ടിഫിക്കറ്റ് ഈ സാധനം ഇല്ല. അതൊക്കെ കിട്ടാനും പോകുന്നില്ല. മുനിസിപ്പാലിറ്റിയോ ബാക്കി ടീംസോ ഒന്നും കൊടുക്കാനും പോകുന്നില്ല. ഓക്കെ, സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ഇപ്പോൾ ഈ ശക്തി ടീം. എന്റെ അച്ഛൻ്റെ അത് മരണമല്ല, എന്റെ അച്ഛൻ്റെ അത് സമാധിയാണ്. നെയ്യാറ്റിൻകര ഗോപന്റെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ഹൈക്കോടതി ചോദിച്ചതിനോട് മകൻ സനന്ദൻ നടത്തിയ പ്രതികരണമാണിത്. കല്ലറ പൊളിച്ചു, മൃതദേഹം പുറത്തെടുത്തു, പോസ്റ്റ്മോർട്ടം നടത്തി, വീണ്ടും മഹാസമാധി ആഘോഷിച്ച് മൃതദേഹം അടക്കി. ശേഷം മക്കൾക്ക് വെളിപാടുണ്ടായിരിക്കുന്നു, മരണ സർട്ടിഫിക്കറ്റ് വേണം. അതിനായി നെയ്യാറ്റിൻകര നഗരസഭ കയറി ഇറങ്ങുകയാണ് മക്കൾ. എന്നാൽ സർട്ടിഫിക്കറ്റ് നൽകാൻ നഗരസഭാ അധികാരികൾ തയ്യാറായില്ല. ഗോപന്റെ മരണകാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. ആന്തരികാവയവങ്ങളുടെ സാമ്പിൾ ഫലം കാത്തിരിക്കുകയാണ് പോലീസ്. ഇത് കിട്ടിയാലേ മരണകാരണം വ്യക്തമാകൂ. അപ്പോഴേ സർട്ടിഫിക്കറ്റ് തരാൻ കഴിയൂ എന്നാണ് നഗരസഭയുടെ നിലപാട്. നെയ്യാറ്റിൻകര ഗോപന്റെ സ്വത്തുക്കളിൽ മക്കൾക്ക് അവകാശം ലഭിക്കുന്നതിനുൾപ്പെടെ മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇതായിരിക്കാം സമാധിയായ അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ മക്കളെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. ഇത്രയും ശക്തിയുള്ള സ്വാമിയായിട്ടുള്ള അച്ഛനാണല്ലോ അവിടെ പ്രതിഷ്ഠയായിട്ട് ഇപ്പൊ സമാധിയായിട്ടുള്ളത്. മരിച്ചതല്ലല്ലോ, സമാധിയല്ലേ. അത്രയും ഓപ്പണായിട്ടാണ് പറഞ്ഞത്. വെല്ലുവിളിയായിരുന്നു. മരണമല്ല, സമാധിയാണ്. സർട്ടിഫിക്കറ്റ്, സമാധിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഈ രാജ്യത്ത് സമാധിക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല, മരിച്ചാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് ഉള്ളൂ. അതുകൊണ്ട് ഇനി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അധികം ഉണ്ടാക്കേണ്ടത്. അന്ന് ഒച്ചയും വിളി ഉണ്ടാക്കിയ സമയത്ത് ഇത്ര അന്തവും ബോധമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റ് ഇല്ല, ഈ പണി പാളി. അന്ന് ഇവരെ കൂട്ടത്തിൽ ചുറ്റും നിന്ന കുറേ മറ്റേ ഹിന്ദു സഭകളുടെ ആളുകൾ, കുറേ പാർട്ടിക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ കൃത്യമായി അറിയുമായിരിക്കും എന്ത് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഈ 2 മണങ്ങുളാഞ്ചന്മാരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായി, ഈ അമ്പലവും ചുറ്റുവട്ടത്തുള്ള ബാക്കി പരിപാടിയൊക്കെ ഇനി ഒരു ട്രസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കീഴിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞ സഭയുടെ കീഴിലേക്കോ ഒക്കെ ആയി മാറും ചെയ്യാം. അവരാ ബുദ്ധിക്ക് കളിച്ചു. ഈ മണ്ടന്മാരവിടെ നിന്നിട്ട് അതിന് ചാടിക്കളിച്ച് നിന്നു കൊടുത്തു. ഒരു സൈഡിൽ മകൻ സ്വാമി പറയുന്നത് മഹാസംഭവമാണ്, ഇവിടെ ക്ഷേത്രം വരാൻ പോവാണ്, ഭയങ്കര സെറ്റപ്പ് ആവാൻ പോവാണ്, ലിംഗപ്രതിഷ്ഠ നടത്താൻ പോവാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ശിവരാത്രിയുടെ അന്ന് ശിവലിംഗം കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നൊക്കെയാണ് മൂപ്പർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അമ്മ അപ്പുറത്ത് പറയുന്നത് എന്താ അറിയോ, ഈ സമാധി കാരണം കുടുംബം നശിച്ച് ഇനി ഒന്നുമില്ല, പശുവിനടക്കം വിറ്റ് ദാരിദ്ര്യത്തിലാണെന്നാണ് അമ്മയുടെ വേർഷൻ. സമാധി സ്ഥലത്തിന് മുകളിൽ ശിവലിംഗം സ്ഥാപിക്കാൻ പോവുകയാണ്. ഞായറാഴ്ച എന്തൊക്കെ വീട്ടിൽ നമ്മൾ ഓർഡർ ചെയ്ത് മയിലാടിയിൽ നിന്നാണ് നമ്മൾ ഈ ക്ഷേത്രത്തിന് വേണ്ടി എല്ലാം. അപ്പൊ ഇതിന്റെ ചെലവൊക്കെ വലിയ എമൗണ്ട് ആകത്തില്ലേ? ഞങ്ങൾ 2 പശു നിന്നതിനെ കൊടുത്തു. അപ്പൊ ഞങ്ങൾ പശുവിന്റെ വരവ് വെച്ചാണ് ചിലവൊക്കെ. മരുമോള് വീഴുന്നതിന് ശേഷം
ഇവിടെ പ്രശ്നങ്ങളെ പശുവിന് ആഹാരം കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല. മെഡിക്കൽ കോളേജിലൊക്കെ ആയപ്പം പശുവിനെ വേറെ പാർട്ടിയെ അവന് സ്നേഹമുള്ള ഒരു പാർട്ടിയെ വിളിച്ചുകൊണ്ട് ഇവിടെ കിടന്ന് ചാവാതെ കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങേര് കൊണ്ട് അങ്ങനെ ഒന്ന് വിറ്റ് ഇപ്പം ശിവലിംഗത്തിനും ഒക്കെ ഓർഡർ ഈ കൊടുത്തിരിക്കുന്നു. പശുവിനെ വിറ്റ് കിട്ടിയ പൈസ കൊണ്ടാണ് കൊടുത്തത്. ഓ അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാര്യം അതാണ് ഇപ്പം ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ധർമ്മസങ്കടത്തിലായിരിക്കുന്നത്. സന്തകം കമ്പനിയിൽ ഇടയ്ക്ക് പോയെങ്കിലും അവനും ലോണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ട് തന്നെ. എങ്കിലും ഭഗവാന്റെ കാര്യങ്ങൾ കൈലാസ മഹാദേവന്റെ സഹായം കൊണ്ട് എല്ലാം ഭഗവാൻ നടത്തും എന്നുള്ള ഒരു മനസ്സിന്റെ ഉറപ്പ് കൊണ്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. ഒരു പശു ഉണ്ട്, ആ പയ്യന്റെ ഭാഗത്ത് അവര് നോക്ക തന്നെ അത് കറക്കണ പശുവാണ്. അപ്പൊ ആ പൈസ വെച്ചാണ് ഞങ്ങൾ ഇപ്പം ജീവിച്ചുകൊണ്ടിരുന്നത്. ഇനി ഒരു പശു കൂടെ ഉണ്ട്, ഇനി ഉണ്ട് അവിടെ നിൽക്കണം, ഇനി കൊണ്ടുവന്നില്ല. അല്ല അതിനെ കൊടുക്കാൻ പോവാണോ? അത് ഇനി കൊടുത്താൽ നമ്മളാരും കഷ്ടമാവും. അതുകൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന്. പിന്നെ സനന്ദന്റെ വരുമാനമൊക്കെ വളരെ മോശം, അവനും കുടുംബമല്ലേ. മൊത്തം ഒരു പുതിയ ബിസിനസ് തുടങ്ങിയതാണല്ലോ. പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യം എന്താവും, ആദ്യം കുറച്ച് പ്രശ്നങ്ങൾ കാണും, പിന്നെ ക്ലച്ച് പിടിച്ചോളും. അതായത് ഇനിയിപ്പോൾ ബിസിനസ് ഒന്ന് ക്ലച്ച് പിടിക്കുക എപ്പോഴാച്ചെങ്കിൽ ഏതെങ്കിലും ഒരാൾ വന്ന് അവിടെ പ്രാർത്ഥിച്ച് ലോകം മാറിയെന്നോ മുറിവ് ശരിയായിന്നോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മാറാ രോഗം അസുഖം മാറിയില്ലെങ്കിൽ കുട്ടി ഉണ്ടായി അവിടെ വന്ന് പ്രാർത്ഥിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പിൽ ആരെങ്കിലുമൊക്കെ ഒരു 2-3 വീഡിയോ എവിടെന്നെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നടക്കും. കുറേ ഹിന്ദു മഹാസഭയും മറ്റേ ടീംസൊക്കെ നിങ്ങളെ പിന്നാലെ ചുറ്റും നിന്നിട്ട് കുറേ പാർട്ടിക്കാരൊക്കെ നിന്നിട്ട് ഓരോ പ്രസംഗം നടത്തിയല്ലോ. അവരൊക്കെ ഇനി ഒരു സ്ക്രിപ്റ്റ് ഇട്ട് തന്നിട്ടൊരു PR വർക്ക് എന്താണെങ്കിലും കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും അവിടെ നടക്കും. അതോടുകൂടി അത് ഭയങ്കര സെറ്റപ്പിലേക്ക് മാറും. ദിവ്യ സിദ്ധിയുള്ള സിദ്ധനായ ഗോപൻ സ്വാമി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ എന്താവും അറിയോ, നിങ്ങൾക്ക് സാധനം ഒന്ന് ആ ബിസിനസ് ഒന്ന് ക്ലച്ച് പിടിക്കും. അപ്പം പിന്നെ പശുവിനെ വിറ്റത് തിരിച്ചെടുക്കാം, പശുവിനിൽ നിന്ന് എന്താ പറയുക പൈസ ഉണ്ടാക്കിയിട്ട് ജീവിക്കേണ്ട ഒരു ആവശ്യം വരില്ല. അമ്മയാണെങ്കിൽ ആകെ കഷ്ടത്തിലാണല്ലോ. ഇപ്പം എന്താ ചെയ്യുക, മക്കൾ പണിക്കും പോകുന്നില്ല, ഒരാൾ സമാധിയും തൊഴുത് കിടക്കുന്നു, വർത്താനം ചോദിക്കുമ്പോൾ അതെന്തോ വലിയ സംഭവം ആവുന്നും പറയുന്നു. കേട്ടില്ല, അമ്മ കുറേ പറയുന്നുണ്ട്, പറയും. എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ ആ ആള് സമാധിയായി. അതിന്റെ പൂജകള് മോന് നേരത്തെ പറഞ്ഞു കൊടുത്തോണ്ട് അമ്മ അതനുസരിച്ച് ചെയ്തു. നമ്മള് ഒരു ഭാഗത്ത് ഈ കൗൺസിൽ എന്നുള്ള അവരെ വിളിച്ച് അറിയിച്ചില്ല, ആ ബുദ്ധിയൊന്നും നമുക്കില്ലായിരുന്നു. എന്റെ ഭർത്താവാണ് എല്ലാ ഈ രാഗങ്ങളൊക്കെ തയ്യാറാക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം. മക്കളെ ഏൽപ്പിച്ചത് ഒന്നും ഏൽപ്പിച്ചിട്ടില്ല, എല്ലാം എന്റെ ഭർത്താവിന് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് മക്കള് അച്ഛനുമായിട്ടുള്ള ബന്ധമല്ലാതെ രേഖാപരമായിട്ടും ഈ മുനിസിപ്പാലിറ്റി ഇങ്ങനെയൊക്കെ വേണം, പഞ്ചായത്ത് പോകണം, അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം എന്നൊക്കെ നമുക്ക് പിന്നീടാണ് മനസ്സിലായി. അതെ, ആദ്യം ബുദ്ധിയേക്കാൾ കൂടുതൽ കുബുദ്ധി ഉപയോഗിച്ചു. ഏത് സമാധിയാക്കി അച്ഛനെ. അതിനുശേഷമാണ് മനസ്സിലായത് കുബുദ്ധി വർക്ക് ചെയ്യില്ല, മര്യാദയ്ക്ക് ടെക്നിക്കലി ഇത് മരണമായാൽ മാത്രമേ ഇതിൻ്റെ പേപ്പറും കാര്യവും കിട്ടൂ. ഇപ്പോൾ പിന്നെ 34 ആരും ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നേരെ വണ്ണം ഉത്തരം പറയുന്നുണ്ട് 34. ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വേണ്ടിയിരുന്നു 34 ഉത്തരം പറയാം, ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. എന്താണെങ്കിലും ഇപ്പോഴാണ് അമ്മയ്ക്കും മക്കൾക്കും മനസ്സിലായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമവ്യവസ്ഥ വെച്ചിട്ട് അയാളുടെ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇനി മുന്നോട്ട് അയാൾ ഉണ്ടാക്കിയതും അയാളുടെ പേരുള്ള സാധനങ്ങളൊക്കെ ഇവർക്കാവും. മനസ്സിലായോ? അല്ലാതെ അവിടെ മുനിസിപ്പാലിറ്റിയിലും നഗരസഭയിലും ചെന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ എന്താ ഞാൻ ആൻസർ പറയാമെന്ന് പറഞ്ഞാൽ ആരും എടുത്ത് കൊടുക്കുന്നില്ല. കൃത്യമായ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഒപ്പം നിന്നവർ എരികേറ്റി പറ്റിച്ചതാണോ അതോ കുബുദ്ധി കാണിച്ച് പെട്ടതാണോ എന്താണെന്നുണ്ടെങ്കിലും ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ശേഷം പാടാ. ഇനിയിപ്പോൾ മക്കൾ പഠിച്ചില്ല, മക്കൾക്ക് വിവരമില്ല പറഞ്ഞിട്ട് കാര്യമില്ല. മക്കൾക്ക് വിവരം ഉണ്ടായിരുന്നല്ലോ മുസ്ലിം തീവ്രവാദികൾ എന്നൊക്കെ വിളിച്ച് പറയാൻ. അതിനൊരു വിവരത്തിൻ്റെ കമ്മി ഉണ്ടായിരുന്നില്ല. 1 ഡയലോഗ് ചെയ്യുന്നു എന്നാൽ ചെറുത് നിന്നിട്ട്, ചെറുതാ മൂത്തത് ഏതോ എടുത്ത് നിന്നിട്ട് ഈ ക്ഷേത്രം വെച്ചിട്ട് മനുഷ്യ ആ ജാതിയോ വേറെ നമ്മൾ നോക്കാൻ പാടില്ല, ദൈവം കൊന്നുകളയും നമ്മളെ. കാരണം അങ്ങനെയുള്ള ഭഗവാനാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് എനിക്കും എല്ലാവർക്കും ജന്മം തന്നത് ആ ശിവനാണ് ഇരിക്കുന്നത്. ഞാൻ തെറ്റിയത് എന്നെ അടിക്കും, ആരാണ് തെറ്റിയത് ഉടൻ കൊടുത്തില്ലെങ്കിൽ സ്വല്പം കഴിയുമ്പോഴെങ്കിലും. അതുകൊണ്ട് നമുക്ക് സംശയമൊന്നുമില്ല, നാട്ടുകാർ സംശയിച്ചാലും നമുക്ക് വിരോധമില്ല. നമുക്ക് ഇനി എവിടെ പോവാൻ, ഒന്നീ ജനനല്ലെങ്കിൽ മരണം നിശ്ചയിച്ചിട്ടുണ്ട് പോവാൻ. എങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ? ജാതിയില്ല, മതമില്ല, ഒരു പ്രശ്നവും ഇല്ല, ശിവനാണ് ഇവിടെ ഇരിക്കുന്നത്, എന്ത് ജാതി എന്ത് മതം. അന്ന് അങ്ങനെ ആയിരുന്നില്ല. മീഡിയയും പോലീസും അടക്കം സമാധി പൊളിക്കാൻ വന്നപ്പോൾ മുസ്ലിം തീവ്രവാദികൾ പറഞ്ഞ് കിടന്ന് കരഞ്ഞിരുന്ന ടീംസാ. ഇപ്പം എല്ലാവരും വേണം, ജാതി മതം നോക്കണ്ട, ഞങ്ങൾ പുതിയ ബിസിനസ്സാണ്, എല്ലാവരും വന്ന് സഹായിക്കണം, കാശുള്ളവരൊക്കെ കൊണ്ടുവന്ന് തരണം, പശുവിനെ വിറ്റിട്ടാണ് ജീവിക്കുന്നത്, വേറെ വഴിയില്ലടി. നേരത്തെ പറഞ്ഞതാ പോയിന്റ്. നിങ്ങൾ ഒരു സാധനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കർമ്മ നിങ്ങൾക്ക് കിട്ടും. നാട്ടുകാരെയും മൊത്തം പറ്റിച്ച് നാട്ടുകാരെയും മറ്റതാക്കി
അച്ഛനെയും കൊണ്ടുപോയി സൈഡാക്കി. അതിൻ്റെ കർമ്മ കിട്ടുന്നുണ്ടല്ലോ. ബിസിനസ് തുടങ്ങി ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥയാകുമ്പോൾ തിരിച്ച് കിട്ടുന്ന അതാണ്. പറ്റിക്കാൻ നോക്കി എങ്ങനെ ഇരിക്കും, സ്പോട്ടിൽ സാധനം തിരിച്ചടിക്കും. ഈ ക്ഷേത്രം നിങ്ങളുടെ കുടുംബ ട്രസ്റ്റാണോ അതോ നിങ്ങളുടെ മാത്രം പേരിലുള്ളതാണോ? ഇപ്പം നാട്ടുകാരെ കമ്മിറ്റി അങ്ങാറ്റേ കൂട്ടിയിട്ടുണ്ട്. ട്രസ്റ്റ് കുടുംബത്തിലുള്ളവരെ തന്നെ. കൊറോണ വന്ന ശേഷം വലിയ നന്ദി വന്നില്ല. പിന്നെ ഇതിനിടയ്ക്ക് ഈ വഴിയുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്തോ? ഈ വഴി ഇവിടെ കയറാൻ പറ്റുന്ന വഴിയാണോ അതോ എന്നെ ഇപ്പൊ ഇത്രയും കലിപ്പൊന്ന് ഈ റോഡ് ആ വീട്ടിൽ പോകാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഒരു മതിലായുള്ളൂ. ഇത് വലിയ ക്ഷേത്രമാണ്, അമ്പലം. അത് നമ്മൾ ചെറിയ കണക്കിനാണ് ക്ഷേത്രം വയ്ക്കാൻ ഈ തച്ചനെയും ശില്പിയൊക്കെ കൊണ്ടുവന്ന്. തച്ചൻ ഈ ഭൂമി അനുസരിച്ച് വച്ചപ്പോഴും വലിയ അമ്പലം ആയിപ്പോയി. ശില്പി എൻ്റെ ഭർത്താവിൻ്റെ ഒരു അളിയനായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ശില്പി. ഗർഭഗൃഹമുള്ള ക്ഷേത്രമാണ്, എല്ലാം പൂർണ്ണമായി. മനസ്സിലാക്കണം. ഇനി ദേവിക്കും ഗണേശന് അതിനകത്ത് സ്ഥാനം എല്ലാം ഇട്ടിട്ടുണ്ട്. പൈസ ഉണ്ട്, സാമാനൊക്കെ വെച്ച് ഒക്കെ ആക്കും. പിന്നെ കുറച്ച് പൈസ കൂടുതലുണ്ട്. മതിലിനകത്ത് ബലിക്കൽപുര, കൊടിമരം ഇങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ മതിലിൻ്റെ വഴിയാണ് ഈ കെട്ടിടം ഇടിക്കേണ്ടി വരും. രണ്ടാമത് അപ്പം അവർക്ക് റോഡ് കൊടുത്തു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ വികസനം പറ്റൂല. അതാണ് കാരണം. അല്ല ഞങ്ങൾക്ക് ആരുടെ ശത്രുതയില്ല. BJP പലവരും സ്വാമിമാരും ഒക്കെ വരണം. എല്ലാവരെയും സാമ്പത്തികശയാണ്. നമ്മൾ കുറേ സാമ്പത്തിക ഉണ്ടെങ്കിൽ അവർ നിൽക്കും. സാമ്പത്തിക ഇല്ല. പിന്നെ മോൻ്റെ ഉദ്ദേശം പഹ ഉണ്ടെങ്കിൽ നമ്മൾ എൻ്റെ ഭർത്താവ് ധ്യാനിച്ച് ധനിച്ച് അതൊക്കെ ഉണ്ടാക്കിയ പൈസയാണ് കുറേശ്ശെ ഇത്രയും വർഷം കൊണ്ടെന്ന് ആ ക്ഷേത്രത്തിന് എത്രയും പൂർണ്ണമാക്കി. അതേപോലെ എന്നെ ഭഗവാന്റെ ക്ഷേത്രത്തിന് പയ്യെ ഭഗവാൻ മതിയോ. മനുഷ്യനെ താങ്ങേണ്ട ആവശ്യമില്ല. ഭക്തര് എന്താണെന്ന് വെച്ചാൽ തരും. നമ്മൾ അല്ലാതെ ഇനി പിരിച്ചൊന്നും എടുക്കാൻ പോകില്ല. കാരണം ദൈവത്തിനോട് സ്നേഹമുള്ളവർ ക്ഷേത്രത്തിൽ കൊണ്ടുവരും. മനസ്സിലായോ? അത് നമ്മൾ എടുക്കുകയും ചെയ്യും. ഇല്ലാതെ തർക്കങ്ങൾ പറഞ്ഞ് നമ്മൾ അവരോട് പിന്നെ വഴക്കിനൊന്നും പോകാൻ വയ്യ. ഞങ്ങൾ ആർക്കും ഗ്യാസും കൊടുത്തിട്ടില്ല. ഭഗവാന് വേണ്ടി നമ്മൾ നിന്നു. ഭഗവാന് വേണ്ടിയല്ല നിന്നേ, കാശ് കാശിന് വേണ്ടി നിന്നു. ഭഗവാനെ പേടിയുള്ളവർ കാശ് കൊണ്ടുവന്ന് തരും. അത് ഞങ്ങൾ ഉപയോഗിക്കുന്നു പറയുന്നുണ്ട്, പച്ചയ്ക്ക് തുറന്ന് പറയുന്നുണ്ട്. എന്നാണെങ്കിലും കൊള്ളാം. എല്ലാവർക്കും ആവശ്യം പണം ആണ്. എല്ലാവർക്കും പണമാണ് ആവശ്യം. ഇപ്പം എനിക്കും പണമാണ് ആവശ്യം, നിങ്ങൾക്കും പണമാണ് ആവശ്യം. ജീവിക്കാൻ ഒരു മനുഷ്യന് ആവശ്യം പണമാണ്. കട്ടും മോട്ടിച്ചും പറ്റിച്ചും കൊന്നും മാത്രം ഉണ്ടാക്കരുത് എന്നുള്ളൂ. ഇതിപ്പോൾ നോക്കിയത് എന്താ പറയുക, നാട്ടുകാരെ വലിപ്പിച്ചുണ്ടാക്കാൻ നോക്കിയതാ. ലാസ്റ്റ് എന്തായി? പശുവിനെ വിറ്റ് ജീവിക്കേണ്ട അവസ്ഥയായി പോയി. 2 പശുവിൽ 1 പശു പോയി. ഇനി 1 പശുവേ ബാക്കിയുള്ളൂ. അതും കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓം ഹ്രീം സ്വാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടൂ? ഇനിയും ഒന്നുമില്ല. ബാക്കിയുള്ള ഭൂമി, ബാക്കിയുള്ള നാട്ടുകാരെ മൊത്തം പറ്റിച്ച് ഇങ്ങേരെങ്ങാണ്ട് മറ്റേ എന്തോ ജപം നടത്തി ഹോമം നടത്തി ഉണ്ടാക്കിയ പൈസ, ഈ ജപഹോമം നടത്തിയ പൈസ കിട്ടൂടി? ഭക്തി മൂത്ത പൈസ കിട്ടും? ഇല്ല. നാട്ടുകാർ കോൺട്രിബ്യൂട്ട് ചെയ്ത പൈസയാണ് ഈ ചെങ്ങാതി കൃത്യമായിട്ട് അമ്പലമാക്കിയതും അത് ഇയാളുടെ സ്വത്താക്കി മാറ്റിയതും ബാക്കിലുള്ള വീട്ടുകാർക്കടക്കം വഴി വിട്ടു കൊടുക്കാതെ അവരെ പറ്റിച്ചിട്ട് ഇനി വഴി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പല സാമഗ്രികളും കൊണ്ടുപോയി വെച്ചത്. അപ്പം അത്രയും പറ്റിച്ച് മുട്ടിപ്പിച്ചിട്ടാണ് ഇങ്ങേര് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ അമ്പലം കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. അപ്പം മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇനി അങ്ങേര് പോയ വഴിക്കും നാട്ടുകാർക്ക് ഉപദ്രവം വെച്ചിട്ട് തന്നെ പോയതാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ടോട്ടലായിട്ട് എല്ലാവരും ഇരുന്ന് പറ്റിച്ച് വഞ്ചിക്കാൻ നോക്കിയതിൻ്റെ ഫലമാണ് ഇപ്പം എന്തായത്, ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തിയത്. ഞാൻ പറയുമ്പോൾ ഒരാൾ പോലും ഭക്തിയുടെ പേരിൽ അവിടെ പോയിട്ട് ഇവരെ സഹായിക്കരുത്. പിന്നെ അമ്മാതിരി വഞ്ചനയാണ് നടത്താൻ നോക്കി. എന്താണെങ്കിലും കൊള്ളാം. കാശാണ് മുഖ്യം, കാശ് കിട്ടാനാണ് നടത്തുന്നുള്ളത് ഇവർ പറയുന്നുണ്ട്. മകൻ നമ്മൾ ഈ ലോകത്ത് അച്ഛൻ ആരാണെന്ന് അറിയണം. അപ്പം അതിന് എന്താണോ ഈശ്വരൻ കണ്ടിരിക്കുന്നത് ആ മാർഗം ഈശ്വരനാണ് അത് എന്ന്. അതുകൊണ്ടാണ് ഈശ്വരൻ ആ മാർഗം എന്നുകൊണ്ടാണ് ഈ സ്ത്രീയും ലോകം അറിഞ്ഞത്. അപ്പം അതങ്ങനെ ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞു. അതങ്ങനെ ചെയ്യണം, നമ്മളത് ചെയ്യണം. അത് ആ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ ലോകം അറിഞ്ഞത്. അച്ഛൻ ഈ ഈശ്വരനെ അറിഞ്ഞത് അതുകൊണ്ടാണ്, ഈ മഹാക്ഷേത്രത്തെ അറിഞ്ഞത് അതുകൊണ്ടാണ്. ഈ പ്രപഞ്ചം മൊത്തം അറിഞ്ഞില്ലേ, അതുകൊണ്ടാണ്. അല്ല, ഇപ്പോൾ സ്വാഭാവികമായി നമ്മളൊരു സാധാരണ ആൾക്കാർ മരിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ പഞ്ചായത്തിലൊക്കെ അറിയിച്ച് മരണം രജിസ്റ്റർ ചെയ്യും. അങ്ങനെ അറിയിക്കുമ്പോൾ അതൊരു നിയമപരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അതുമായിട്ട് നമുക്കിപ്പം ഇന്ന് ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഈശ്വരനുമായിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഈശ്വര നിശ്ചയം പോലെ എല്ലാം നടക്കും. രണ്ടാമത് സമാധികരണത്തിന് ശേഷം ഈ മരണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ?
അതിനെക്കുറിച്ച് പറഞ്ഞ് ഇതിന് അന്വേഷണം പറയാം സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും. തീർത്ഥാടന കേന്ദ്രമാക്കാനുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആളുകൾ വരുന്നുണ്ടോ ഇപ്പോൾ ഇവിടെ? ഒരുപാട് തീർത്ഥാടകർ വരുന്നുണ്ട്. ഒരുപാട് പേര് തൊഴാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട്. ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ ഇനി ഭാവിയിൽ കൂടുതൽ ആൾക്കാർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഭഗവാൻ എന്താണോ നിശ്ചയിക്കുന്നത് തീർച്ചയായിട്ടും അത് നടക്കുന്നതായിരിക്കും. ആ ഈശ്വരൻ നിശ്ചയിക്കുന്നതിനപ്പുറം ഈ ലോകത്തൊന്നുമില്ല. ജാതി മത വിഭാഗങ്ങളും വരും. എല്ലാ ജാതി മത വർഗ ഭേദ വന്യമസാനും തീർച്ചയായിട്ടും ഈശ്വരനെ തൊഴാൻ ഇവിടെ വരുന്നതായിരിക്കും. അതെ, സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ഞാൻ പറയില്ല, കാരണം കിട്ടൂല. ഈ എല്ലാ ജാതി മതത്തിലും പെട്ടവർ വരണം എന്നാണ് മൂപ്പർ പറയുന്നത്. നല്ല ബിസിനസ് തഴച്ച് വളരും. വേറെ പണിയൊന്നുമില്ലല്ലോ, അവിടെ പോയിട്ട് ഇങ്ങനെ ചെയ്യാനുള്ള പരിപാടി. എന്താണെങ്കിലും മൊത്തത്തിൽ കൊള്ളാം. ഉടായ്പ് മൊത്തം പൊളിഞ്ഞൊരു സൈഡായിട്ടുണ്ട്. ഓക്കെ, ഒപ്പം നിന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ആ ഭൂമി കൈക്കലാക്കാനുള്ള പരിപാടി എന്താണെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ഇനി ആ മൊത്തം ബിസിനസ് ഒന്ന് ക്ലച്ച് പിടിപ്പിക്കാമെന്നാണെന്നുണ്ടെങ്കിൽ നടക്കുകയോ ഇല്ല എന്നുള്ളതൊക്കെ കണ്ടറിയണം കോശി, ഇനി മുന്നോട്ട് എന്ത് സംഭവിക്കും എന്നുള്ളത്. ഇനി എൻ്റെ ഒരു ഉള്ളിൽ തോന്നുന്നൊരു കാര്യം പറഞ്ഞാൽ നാളെ അത് ഞാൻ പറഞ്ഞിട്ട് എന്ന് പറയരുത് നിങ്ങളാരും. ഈ രണ്ടെണ്ണം കൂടി ആ അമ്മേനെ പിടിച്ച് സമാധിയാക്കാതെ ഇരുന്നാൽ ഭാഗ്യം. ഏത് പവർ കൂടാൻ ഒരു ദേവി പവറും കൂടിയും കിട്ടണമല്ലോ. ദേവൻ പവർ ഒപ്പം ഉണ്ട്. ദേവി പവർ കിട്ടാൻ വേണ്ടി അമ്മ പോയി സമാധിയായി എന്ന് നാളെ ചിലപ്പോൾ പറഞ്ഞോളേ, പറയാൻ പറ്റൂലടേ. അങ്ങനത്തെ ടീംസാണ് ഇതൊക്കെ. ഇതാണെങ്കിലും കൊള്ളാം, ബിസിനസ് ക്ലച്ച് പിടിച്ചിട്ടില്ല. ക്ലച്ച് പിടിക്കുന്നുള്ള വിശ്വാസത്തിലാണ് ഇവരൊക്കെ മുന്നോട്ട് പോകുന്നത്. കണ്ടറിയാം.